780 ദിവസങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 2023 ഡിസംബർ 3. ശ്രേയസ് അയ്യർ ഇന്ത്യക്കായി അവസാനമായൊരു T20 കളിച്ചത് അന്നായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ആ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി അന്ന് ഇന്ത്യയുടെ വിജയശില്പിയായതും അയ്യരായിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കലും ഇന്ത്യയുടെ T20 ജേഴ്സിയിൽ അയാളെ നമ്മൾ കണ്ടിട്ടില്ല. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോഴും സെലക്ഷൻ കമ്മിറ്റിയുടെ വാതിലുകൾ മുംബൈക്കാരന് മുന്നിൽ അടഞ്ഞു തന്നെ കിടന്നു. ഒടുവിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുട്ടി ക്രിക്കറ്റിലേക്ക് 31കാരനെ തിരികെ വിളിക്കുമ്പോൾ അതൊരു നിർബന്ധിത റീപ്ലേസ്മെന്റ് മാത്രമായിരുന്നു. തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മാത്രം ടീമിൽ ഇടം പിടിക്കേണ്ട താരമായിരുന്നു ശ്രേയസ്. പരിശോധിക്കാം. കഴിഞ്ഞ ഏഷ്യ കപ്പ് ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനം. IPL-ൽ പഞ്ചാബ് കിങ്സിനായി നടത്തിയ തകർപ്പൻ ഫോം മുൻനിർത്തി ശ്രേയസ് അയ്യർ T20 ടീമിലെത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച സമയമായിരുന്നു അത്. പക്ഷേ ടീം അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ അയ്യരുടെ പേര് അതിലുണ്ടായിരുന്നില്ല. ശ്രേയസിനെ ഉൾപ്പെടുത്തുമ്പോൾ ആരെ പുറത്തിരുത്തണമെന്ന് നിങ്ങൾ പറയണം. അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല ഇത്തരമൊരു ഡിസിഷൻ. ഞങ്ങൾ യോജിച്ച 15 പേരെ തിരഞ്ഞെടുത്തു. അവസരം വരും വരെ ശ്രേയസ് കാത്തിരിക്കണം. താരത്തിന്റെ അസാന്നിധ്യം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾക്കാണ് ശ്രേയസ് അയ്യരെ സെലക്ട് ചെയ്തത്. തിലക് വർമ്മ ഫിറ്റ്നസ് വീണ്ടെടുത്ത് മടങ്ങിയെത്തിയാൽ അയ്യർക്ക് വഴിമാറി കൊടുക്കേണ്ടി വരും. നിലവിൽ ഇന്ത്യൻ T20 സ്ക്വാഡിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയുള്ള T20 ബാറ്ററാണ് തിലക്. വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രതീക്ഷയുടെ ഭാരവും ആ ചുമലിലാണ്. എന്നാൽ T20 ലോകകപ്പിന് വെറും 21 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബാക്കപ്പ് ഓപ്ഷനെ തയ്യാറാക്കി നിർത്തേണ്ടതും ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമാണ്. ഇതിന് അയ്യരേക്കാൾ മികച്ചൊരു ഓപ്ഷൻ വേറെ ഇല്ലെന്ന് മാനേജ്മെന്റിനും നന്നായി അറിയാം. കിവീസ് പര്യടനത്തിലേക്ക് പരിഗണിച്ചതിലൂടെ താരത്തെ ലോകകപ്പ് മുൻനിർത്തി സജ്ജമാക്കാനുള്ള പ്രതീക്ഷയും ലക്ഷ്യവും ടീമിന് മുന്നിലുണ്ട്. പോയ വർഷം ഫ്രാഞ്ചൈസി T20-ലും ഡൊമസ്റ്റിക്കിലുമായി തന്റെ പേര് അടയാളപ്പെടുത്തിയ താരമാണ് ശ്രേയസ് അയ്യർ. പഞ്ചാബ് കിങ്സിന്റെ ഫൈനലിലേക്ക് നയിച്ച 31കാരൻ 17 ഇന്നിംഗ്സുകളിൽ നിന്ന് 50.33 ശരാശരിയിൽ 604 റൺസാണ് അടിച്ചെടുത്തത്. 6 അർദ്ധ സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നു. IPL-ൽ ഓറഞ്ച് ക്യാപ്പ് പട്ടികയിൽ 6ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിലും മറ്റേത് താരത്തെക്കാളും സ്ട്രൈക്ക് റേറ്റിൽ മുന്നിൽ പഞ്ചാബ് ക്യാപ്റ്റനായിരുന്നു. 175 പ്രഹരശേഷിയിലാണ് അയ്യർ IPL-ൽ നിറഞ്ഞാടിയത്. സ്പിൻ ബോളിനെ അനായാസം നേരിടുന്ന വലങ്കയ്യം ബാറ്റർ മടങ്ങി വരുന്നതോടെ മധ്യനിരയിൽ തിലക് വർമ്മയുടെ അഭാവം പരിഹരിക്കാനാവുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മോശം ഫോമിലായതോടെ മിഡിൽ ഓർഡറിൽ ശ്രേയസിന്റെ ഫോം കിവീസിനെതിരായ പരമ്പരയിൽ ഇന്ത്യക്ക് നിർണായകമാണ്. സിറ്റുവേഷൻ അനുസരിച്ച് വേഗത്തിൽ റൺ സ്കോർ ചെയ്യുന്നതോടൊപ്പം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാനുമുള്ള മികവാണ് താരത്തെ വ്യത്യസ്തനാക്കുന്നത്. മികച്ചൊരു യൂട്ടിലിറ്റി പ്ലെയറായി അയാൾ ഇതിനോടകം ചൂടുറപ്പിച്ചു കഴിഞ്ഞു. ഷോർട്ട് പിച്ച് പന്തുകൾ നേരിടുന്നതിൽ ദൗർബല്യമുണ്ടെന്നതാണ് കരിയറിന്റെ ആരംഭം മുതൽ അയ്യർക്കെതിരെ ഉയർന്ന പ്രധാന വിമർശനം. എന്നാൽ സമീപകാലത്ത് അയാളുടെ ബാറ്റിങ്ങിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയെല്ലാം ഉണ്ടായിരുന്നു. നിരന്തര പരിശീലനത്തിലൂടെ തന്റെ ബാറ്റിംഗ് ടെക്നിക്കുകൾ അയാൾ വീണ്ടെടുത്തു കഴിഞ്ഞു. രാജ്യാന്തര T20-ൽ 47 ഇന്നിംഗ്സുകളിൽ നിന്ന് 30.66 ശരാശരിയിൽ 8 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 1104 റൺസാണ് അയ്യരുടെ സമ്പാദ്യം. പരിക്കിനെ തുടർന്ന് 3 മാസത്തോളം പുറത്തിരുന്ന ശേഷമാണ് ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയിലേക്ക് ശ്രേയസ് അയ്യർ തിരിച്ചെത്തുന്നത്. ആദ്യ ഏകദിനത്തിൽ 49 റൺസുമായി ശ്രദ്ധേയ പ്രകടനവും പുറത്തെടുക്കുകയും ചെയ്തു. ശ്രേയസിന്റെ T20-ലേക്കുള്ള വരവ് ചില മാറ്റങ്ങളുടെ സൂചനയായും കരുതുന്നവരുണ്ട്. മോശം ഫോമിനെ തുടർന്ന് ശുഭ്മാൻ ഗില്ലിനെ T20 ലോകകപ്പിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇതോടെ ടെസ്റ്റിനും ഏകദിനത്തിനും പിന്നാലെ T20-ലും ഗില്ലിനെ നായക സ്ഥാനത്തേക്ക് അവരോധിക്കാനുള്ള BCCIയുടെ നീക്കമാണ് താൽക്കാലികമായെങ്കിലും പൊലിഞ്ഞത്. ലോകകപ്പിന് ശേഷം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലടക്കം ക്യാപ്റ്റനായി മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അയ്യരെ കൊണ്ടുവരാനുള്ള വിദൂര സാധ്യതയും ബോർഡിന് മുന്നിലുണ്ട്. പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയെ ഉൾപ്പെടുത്തിയതാണ് ന്യൂസിലാൻഡ് പര്യടനത്തിലെ മറ്റൊരു പ്രധാന മാറ്റം. വഡോദരയിൽ നടന്ന ആദ്യ ഏകദിനത്തിനിടെയാണ് സുന്ദറിന് പരിക്കേൽക്കുന്നത്. 1 വർഷം മുമ്പ് മാത്രമാണ് ബിഷ്ണോയി അവസാനമായി ഒരു T20 മത്സരം കളിക്കുന്നത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കളിച്ച 25കാരൻ വിജയ് ഹസാരെ ട്രോഫിയിൽ 7 മത്സരങ്ങളിൽ നിന്ന് 8.72 എക്കണോമിയിൽ 9 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഈ മാസം 21-ന് T20 പരമ്പരയ്ക്ക് തുടക്കമാകുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ക്രൈസിസ് മാനേജർ തിലക് വർമ്മയില്ലാതെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പരമ്പര. ആധികാരിക ജയവുമായി T20 ലോകകപ്പിലേക്ക് മുന്നേറാനാകുമോ സൂര്യകുമാറിനും സംഘത്തിനും? ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം.